ഹായ് ഓൾ, വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമ, അതും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ കാണാൻ പോയത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ഫിലിം. എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡൊമിനിക് എന്ന ഡിക്റ്റേറ്റീവിൻ്റെ ലോകത്തിലേക്കുള്ള ഇൻട്രഡക്ഷനും പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ഗോകുലിൻ്റെ എൻട്രിയൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ സിനിമ മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നതോടെ മൊത്തത്തിൽ സ്ലോ ആകുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ എഴഞ്ഞഴിഞ്ഞ് ഇൻ്റർവെൽ വരെ എത്തുന്നുണ്ട്. ഇൻ്റർവെൽ ആണെങ്കിലോ ഒട്ടും പഞ്ചില്ലാത്തൊരു ഇൻ്റർവെൽ. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി അവസാനത്തോട് അടുക്കുമ്പോഴാണ് സിനിമ ഒന്ന് എൻഗേജിങ് ആവുന്നത്. അതുവരെ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകന്റെ ലോജിക്കിന് ഒരു വിലയും കൊടുക്കാത്ത തരത്തിലുള്ള ക്ലൈമാക്സ് ടെസ്റ്റ് കൂടിയായപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ആവറേജിൽ ഒതുങ്ങി. ഈ സിനിമ കണ്ടതോടെ മലയാള സിനിമാ പ്രേക്ഷകരെ GVM ഒരുപാട് വില കുറച്ചാണ് കാണുന്നത് എന്ന് തോന്നിപ്പോയി. തലയും വാലുമില്ലാത്തൊരു സ്ക്രിപ്റ്റ്, പോരാത്തതിന് ആവറേജ് മേക്കിങ്ങും. GVMന്റെ കരിയറിലെ ഏറ്റവും മോശം പടമായിട്ടാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ വൻ ശോകമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ടർബോ എന്ന സിനിമയിൽ മമ്മൂക്കയെ വെച്ച് വൈശാഖ് എന്ത് ഭംഗിയായിട്ടാണ് ആക്ഷൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ ആക്ഷൻസ് കാണുമ്പോൾ മമ്മൂക്കക്ക് വയ്യല്ലോ എന്ന അവസ്ഥയാണ്. ആക്ഷൻ രംഗങ്ങൾ പാളിപ്പോയെങ്കിലും അത്യാവശ്യം കോമഡി നമ്പറുകളൊക്കെ ഇട്ട് ഡൊമിനിക് എന്ന ഡിക്റ്റേറ്റീവ് കഥാപാത്രം നല്ല വൃത്തിയായിട്ട് തന്നെ മമ്മൂക്ക ചെയ്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റിന്റെ റോളിൽ വരുന്ന ഗോകുൽ സുരേഷും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകളായിരുന്നു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ടത്. ഗോകുൽ സുരേഷ് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. മലയാള സിനിമ ഇതുവരെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഗഗനചാരി എന്ന സിനിമയിലെ ഗോകുലിന്റെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. സുഷ്മിത ഭട്ടാണ് ഈ സിനിമയിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ. സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു ഓക്കെ ഫീലാണ് തന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ തിയേറ്റർ കാഴ്ചയിൽ എനിക്ക് നിരാശ സമ്മാനിച്ചൊരു സിനിമ അനുഭവമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/10. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.